അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്ന പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ടേൺ ഓവർ റേഷ്യോസ് എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന കുറച്ച് റേഷ്യോസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം റേഷ്യോ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ക്ലാസ്സുകൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രം ഈ ക്ലാസ് കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമതായി തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. 2024 18ാമത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് കളക്ഷൻ പീരീഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ സെയിൽസ് തന്നിട്ടുള്ളത് 6 lakh ആണ്. ക്യാഷ് സെയിൽസ് 1 lakh. ദെൻ ഡെപ്റ്റേഴ്സ് ഓൺ 1/1/2020 50,000. ദെൻ ഡെപ്റ്റേഴ്സ് ഓൺ 31st December 2020 70,000. ബിൽസ് റിസീവബിൾ ഓൺ 1/1/2020 30,000. ബിൽസ് റിസീവബിൾ ഓൺ 31st December 2020 50,000. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? കളക്ഷൻ പീരീഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് കളക്ഷൻ പീരീഡ് അല്ലെങ്കിൽ ഇതിനെ എന്ത് പറയും? ഡെപ്റ്റേഴ്സ് വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് കളക്ഷൻ പീരീഡ് എന്നൊക്കെ പറയും. ആവറേജ് കളക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? 360 or 12 360 or 12 ഡിവൈഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്നുള്ളതാണ് ആവറേജ് കളക്ഷൻ പീരീഡ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽസ് റിസീവബിൾ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് ടോട്ടൽ സെയിൽസ് 6 lakh ക്യാഷ് സെയിൽസ് 1 lakh എന്നാണ് തന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ റിട്ടേൺസ് ഇല്ല. അപ്പോൾ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് 6 lakh മൈനസ് 1 lakh എത്ര കിട്ടും? 5 lakh എന്ന് കിട്ടും നെറ്റ് ക്രെഡിറ്റ് സെയിൽസ്. ഇനി അതേപോലെ ആവറേജ് ഡെപ്റ്റേഴ്സും ആവറേജ് ബിൽസ് റിസീവബിളും കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് ഡെപ്റ്റേഴ്സ് കാണാൻ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് എടുക്കുന്നു. അതായത് 50,000 പ്ലസ് 70,000 ഡിവൈഡ് ബൈ 2 കാണുന്നു. അപ്പോൾ നമുക്ക് 1,20,000 ഡിവൈഡ് ബൈ 2 60,000 എന്ന് കിട്ടും. ഓക്കെ. ഇനി ആവറേജ് ബിൽസ് റിസീവബിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഓപ്പണിംഗ് ബിൽസ് റിസീവബിൾ പ്ലസ് ക്ലോസിംഗ് ബിൽസ് റിസീവബിൾ, അതായത് 30,000 പ്ലസ് 50,000 ഡിവൈഡ് ബൈ 2 80,000 ഡിവൈഡ് ബൈ 2 കാണുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 40,000 എന്ന് കിട്ടും. ഇനി ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതായത് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. അതായത് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് 5 lakh ആണ്. ആവറേജ് ഡെപ്റ്റേഴ്സ് 60,000 പ്ലസ് ആവറേജ് ബിൽസ് റിസീവബിൾ 40,000. അതായത് 5 lakh ഡിവൈഡ് ബൈ 1 lakh 5 ടൈംസ് എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് ആവറേജ് കളക്ഷൻ പീരീഡ് ആണ്. അതായത് 360 ഡിവൈഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ 12 ഡിവൈഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഡേയ്സിലാണെങ്കിൽ 360 or 365 എടുക്കും. ഇനി മന്ത്സിലാണെങ്കിൽ 12 എടുക്കും. ഓക്കെ. അതായത് ആവറേജ് കളക്ഷൻ പീരീഡ് ഈസ് ഈക്വൽ ടു 365 ഡിവൈഡ് ബൈ 5 73 ഡേയ്സ് എന്ന് കിട്ടും. അല്ലെങ്കിൽ 12 ഡിവൈഡ് ബൈ 5 അതായത് 2.4 അതായത് 2 months എന്നുള്ള രൂപത്തിൽ ആൻസർ കിട്ടും. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലാണ് ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് അല്ലെങ്കിൽ ആവറേജ് കളക്ഷൻ പീരീഡ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനും കാൽക്കുലേഷൻസും വരുന്നത്. ഓക്കെ. പിന്നെ 2019 20ാമത് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദി ഫോളോയിങ് കാൽക്കുലേറ്റഡ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആനുവൽ ക്രെഡിറ്റ് സെയിൽസ് 25,000, റിട്ടേൺ ഇൻവേർഡ് 1,000, ദെൻ ഡെപ്റ്റേഴ്സ് 3,000, ബിൽസ് റിസീവബിൾ 1,000. ഇവിടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും അങ്ങനെ പറഞ്ഞിട്ടില്ല. 2 വാല്യൂസ് മാത്രമേ തന്നിട്ടുള്ളൂ. ആ സമയത്ത് നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽസ് റിസീവബിൾ ആണ്. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കാണാൻ നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ് 25,000 ആണെന്നിൽ തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ 1,000 റിട്ടേൺസ് മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 24,000 എന്ന് കിട്ടും. ഇതാണ് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ്. ഇനി ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാണാൻ 24,000 ഡിവൈഡ് ബൈ 3,000. ഇതിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഇല്ലാത്തതുകൊണ്ട് ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. തന്നിരിക്കുന്നത് ആവറേജ് ആയിട്ട് എടുത്താൽ മതി. 3,000 പ്ലസ് 1,000 ബിൽസ് റിസീവബിൾ. ഇപ്പോൾ 24,000 ഡിവൈഡ് ബൈ 4,000 എന്ന് കിട്ടും. അതായത് ആൻസർ നമുക്ക് എത്ര കിട്ടും? 6 ടൈംസ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ. 2018 25ാമത് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം.
കാൽക്കുലേറ്റഡ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ക്രെഡിറ്റ് സെയിൽസ് തന്നത് 5100, റിട്ടേൺ ഇൻവേർഡ് 100, ഡെപ്റ്റേഴ്സ് 300, ബിൽസ് റിസീവബിൾ 100. ഓക്കെ, അതേപോലെ തന്നെ ആവറേജ് കളക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽസ് റിസീവബിൾ ആണ് ഇക്വേഷൻ. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കാണാൻ 5100 നിന്നും റിട്ടേൺ 100 കുറക്കുന്നു, അപ്പോൾ 5000 എന്ന് കിട്ടും. ഇപ്പോൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. 5000 ഡിവൈഡ് ബൈ 300 പ്ലസ് ബിൽസ് റിസീവബിൾ 100, ഇപ്പോൾ 5000 ഡിവൈഡ് ബൈ 400, 12.5 ടൈംസ് എന്ന് ആൻസർ കിട്ടും. ഇനി ആവറേജ് കളക്ഷൻ പീരീഡ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് വെലോസിറ്റി എന്ന് പറയുന്നത് 360 ഡിവൈഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, DTR എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്, 12 ഡിവൈഡ് ബൈ DTR. ഓക്കെ, ഇപ്പോൾ 365 അല്ലെങ്കിൽ 360 ഡിവൈഡ് ബൈ 12.5, 12 ഡിവൈഡ് ബൈ 12.5, അതായത് 28.8 ഡേയ്സ് അല്ലെങ്കിൽ 1 മന്ത് എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2014 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 27th ക്വസ്റ്റ്യൻ. ഇവിടെ ഫൈൻഡ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആൻഡ് ആവറേജ് കളക്ഷൻ പീരീഡ് ഫ്രം ദി ഫോളോയിങ്. അതായത് ഇവിടെ 2011 2012 ഡാറ്റയാണ് തന്നത്. ആനുവൽ ക്രെഡിറ്റ് സെയിൽസ് 5 lakh 6 lakh, ഡെപ്റ്റേഴ്സ് അറ്റ് ദി ബിഗിനിങ് 80,000 1 lakh, ഡെപ്റ്റേഴ്സ് അറ്റ് ദി എൻഡ് 1 lakh 1,20,000. ഇത്രയുമാണ് തന്നത്. ഇപ്പോൾ നമ്മൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ പറഞ്ഞു. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽസ് റിസീവബിൾ ആണ്. ആവറേജ് ഡെപ്റ്റേഴ്സ് കാണാൻ 80,000 പ്ലസ് എന്തെടുക്കുന്നു, 80,000 ബിഗിനിങ്ങിലുള്ളത്, ക്ലോസിങ്ങിലുള്ളത് 1 lakh ആണ്. ഡിവൈഡ് ബൈ 2 ആണെന്ന്, അതായത് 1,80,000 ഡിവൈഡ് ബൈ 2 90,000 എന്ന് കിട്ടും. ഇപ്പോൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ 5 lakh ഒന്നാമത്തേതിലാണ്, 2011 ആദ്യം ചെയ്യുന്നത്. 5 lakh ഡിവൈഡ് ബൈ 90,000 5.5 ടൈംസ് എന്ന് കിട്ടും. ഇനി 2012 ആവറേജ് ഡെപ്റ്റേഴ്സ് 1 lakh പ്ലസ് 1,20,000 ഡിവൈഡ് ബൈ 2, 2,20,000 ഡിവൈഡ് ബൈ 2 1,10,000 എന്ന് കിട്ടും. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ 6 lakh, അതായത് 6 lakh ആണ് ഇതിൻ്റെ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ 1,10,000 5.45 ടൈംസ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ആവറേജ് കളക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. 2011 360 ഡിവൈഡ് ബൈ 5.5 അല്ലെങ്കിൽ 12 ഡിവൈഡ് ബൈ 5.5, 365 ഡേയ്സ് അല്ലെങ്കിൽ 2 months എന്ന് കിട്ടും. ഇനി 2012 എന്ത് കിട്ടും, 360 ഡിവൈഡ് ബൈ 5.45, 66 ഡേയ്സ് അല്ലെങ്കിൽ 2.2 months എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2015 24ാമത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് ഡിറ്റർമൈൻ ദി വാല്യൂ ഓഫ് ഡെപ്റ്റേഴ്സ്. ഇവിടെ കാണേണ്ടത് എന്താണ്, വാല്യൂ ഓഫ് ഡെപ്റ്റേഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടോട്ടൽ സെയിൽസ് ₹5 lakh, ക്യാഷ് സെയിൽസ് ₹2 lakh, ഡെപ്റ്റേഴ്സ് വെലോസിറ്റി 30 days, ബിൽസ് റിസീവബിൾ 5,000. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത് ഡെപ്റ്റേഴ്സ് വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് കളക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡയറക്റ്റ്ലി ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഡെപ്റ്റേഴ്സ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ആവറേജ് കളക്ഷൻ പീരീഡ് ഈസ് ഈക്വൽ ടു ആവറേജ് ഡെപ്റ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽസ് റിസീവബിൾ ഡിവൈഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365. ഡേയ്സിലാണെങ്കിൽ 365, മന്ത്സിലാണെങ്കിൽ 12 എന്നുള്ള രൂപത്തിലാണ് ഇക്വേഷൻ വരുന്നത്. ഡയറക്റ്റ്ലി ഡെപ്റ്റേഴ്സ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇവിടെ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ ആദ്യം കണ്ടെത്തുന്നു. ടോട്ടൽ സെയിൽസ് 5 lakh ആണ്, ദെൻ ക്യാഷ് സെയിൽസ് 2 lakh ആണ്. അപ്പോൾ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് 3 lakh എന്ന് കിട്ടും. ഇനി നമ്മൾ തന്നിട്ടുള്ള ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. ഡെപ്റ്റേഴ്സ് വെലോസിറ്റി എത്രയാണ്, 30 ആണ്, അതിനെ കാണിക്കുന്നു. ഈസ് ഈക്വൽ ടു ഡെപ്റ്റേഴ്സ് നമുക്കറിയില്ല, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, പ്ലസ് ആവറേജ് ബിൽസ് റിസീവബിൾ 5,000 തന്നിട്ടുണ്ട്, ആ 5,000 കൊടുക്കുന്നു. ദെൻ ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് 3 lakh ആണ്, ഇൻറ്റു 365. ഇപ്പോൾ നമുക്ക് 30, അതായത് 3 lakhനെ നമ്മൾ സമത്തിൻ്റെ അപ്പുറം എടുക്കുമ്പോൾ 30 ഇൻറ്റു 3 lakh ഇസ് ഈക്വൽ ടു ഡെപ്റ്റേഴ്സ് പ്ലസ് 5,000 ഇൻറ്റു 365 എന്ന് കിട്ടും. അതായത് 365ന് സമത്തിൻ്റെ അപ്പുറം എടുത്തു കഴിഞ്ഞാൽ 30 ഇൻറ്റു 3 lakh ഡിവൈഡ് ബൈ 365 ഇസ് ഈക്വൽ ടു ഡെപ്റ്റേഴ്സ് പ്ലസ് 5,000 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ 24,658 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു ഡെപ്റ്റേഴ്സ് പ്ലസ് 5,000. അതായത് ഡെപ്റ്റേഴ്സ് ഈസ് ഈക്വൽ ടു
24,658 മൈനസ് എന്നാകും. അത് സമത്തിൻ്റെ അപ്പുറം എടുക്കുമ്പോൾ മൈനസ് ആകുന്നു. -5,000 ഈസ് ഈക്വൽ ടു 19,658 എന്ന് ആൻസർ കിട്ടും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2020 24ാമത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ക്രെഡിറ്റ് ടേൺ ഓവർ റേഷ്യോ ആൻഡ് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ഫ്രം ദി ഡാറ്റ. അതായത് നേരത്തെ നമ്മൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ബേസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്. ടോട്ടൽ പർച്ചേസ് ആണ് തന്നത് 4 lakh. ക്യാഷ് പർച്ചേസ് 50,000 ആണ്. ദെൻ റിട്ടേൺ 20,000, ക്രെഡിറ്റേഴ്സ് അറ്റ് ദി എൻഡ് 60,000, ബിൽസ് റിസീവബിൾ അറ്റ് ദി എൻഡ് 20,000, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ 5,000. ഇതാണ് തന്നത്. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽസ് പേബിൾ. ഓക്കെ, ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ഇവിടെ 4 lakh ആണ് ടോട്ടൽ പർച്ചേസ്. അതിൽ നിന്ന് ക്യാഷ് പർച്ചേസ് കുറക്കുന്നു 50,000. ഇപ്പോൾ 3,50,000 ആണ് ക്രെഡിറ്റ് പർച്ചേസ്. ഇനി നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് 3,50,000 നിന്നും റിട്ടേണിനെ മൈനസ് ചെയ്യുന്നു 20,000. അപ്പോൾ നമുക്ക് 3,30,000 എന്ന് കിട്ടും നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ്. ഇനി ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? 3,30,000 ആണ് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ 60,000 പ്ലസ് 20,000 തന്നെ വരും. ഇപ്പോൾ 3,30,000 ഡിവൈഡ് ബൈ 80,000 ഈസ് ഈക്വൽ ടു 4.12 ടൈംസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇതിൽ ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ 365 ഡിവൈഡ് ബൈ CTR ഓർ 12 ഡിവൈഡ് ബൈ CTR. CTR മീൻസ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇപ്പോൾ 365 ഡിവൈഡ് ബൈ 4.12 അല്ലെങ്കിൽ 12 ഡിവൈഡ് ബൈ 4.12 ദാറ്റ് ഈസ് 88 ഡേയ്സ് അല്ലെങ്കിൽ 2.9 months, അതായത് 2 months എന്നുള്ള രൂപത്തിൽ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ക്രെഡിറ്റേഴ്സ് ഫ്രം ദി ഫോളോയിങ്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ ആണ്. അതായത് നമുക്ക് തന്നത് എന്തൊക്കെയാണ്? സെയിൽസ് തന്നിട്ടുണ്ട്. എത്രയാണ് സെയിൽസ്? 1,25,000 തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 25,000 തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് 10%, ക്ലോസിംഗ് സ്റ്റോക്ക് 50,000, ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി 73 days, ബിൽസ് പേബിൾ 15,000. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ പറഞ്ഞതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഉള്ള ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. അതായത് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് കണ്ടെത്താൻ ആവറേജ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽസ് പേബിൾ ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു 365 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് പർച്ചേസ് തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടെത്തണം. നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഇത് കണ്ടെത്താൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് കണ്ടെത്താം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ വേറൊരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. നെറ്റ് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നെറ്റ് സെയിൽസ് 1,25,000 തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 10% തന്നിട്ടുണ്ട്. അപ്പോൾ 1,25,000 മൈനസ് ഈ 1,25,000 10% 12,500 വരും. അപ്പോൾ നമുക്ക് 1,12,500 എന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇക്വേഷനിലേക്ക് ഇതിന് അപ്ലൈ ചെയ്യണം. 1,12,500 ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 25,000 ക്വസ്റ്റ്യനിലുണ്ട്. നെറ്റ് പർച്ചേസ് അറിയില്ല, അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതങ്ങനെ തന്നെ വെക്കുന്നു. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 50,000 ആണ്. അപ്പോൾ ഇവിടെ 1,12,500 പ്ലസ് ഈ -50,000 സമത്തിൻ്റെ അപ്പുറം എടുക്കുമ്പോൾ എന്താവും? +50,000 മൈനസ് 25,000 സമത്തിൻ്റെ അപ്പുറം എടുക്കുമ്പോൾ -25,000 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു നെറ്റ് പർച്ചേസ്. അതായത് നെറ്റ് പർച്ചേസ് ഈസ് ഈക്വൽ ടു 1,37,500 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി എന്നതിൻ്റെ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. അതായത് ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 73 ഈസ് ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽസ് പേബിൾ 15,000 ഡിവൈഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസ് 1,37,500 ഇൻറ്റു 365. അതായത് ഇതിനെ മാറ്റി കൊടുത്താൽ എങ്ങനെ വരും? 73 ഇതിന് സമത്തിൻ്റെ പുറം എടുക്കുന്നു. 1,37,500 ഇൻറ്റു എന്നാകും. ഇനി 365 സമത്തിൻ്റെ പുറം എടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ എന്നാകും. ഓക്കെ, ഇസ് ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് പ്ലസ് 15,000 എന്ന് കിട്ടും. അതായത് ഇത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ 27,500 ഇസ് ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് പ്ലസ് 15,000 എന്ന് കിട്ടും. അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ 27,500 മൈനസ് 15,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 12,500 എന്ന രൂപത്തിലേക്ക് ആൻസർ കിട്ടും. ഓക്കെ,
ഇതേപോലെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിരന്തരം ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ക്രെഡിറ്റേഴ്സ്, സെയിൽസ് 1 lakh, ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000, ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് 10%, ക്ലോസിംഗ് സ്റ്റോക്ക് 20,000, ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി 73 days, ബിൽസ് പേബിൾ 6,000. ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ മോഡലാണ്. ഇനി ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ക്രെഡിറ്റേഴ്സ് ഫ്രം ദി ഫോളോയിങ്. സെയിൽസ് തന്നിട്ടുണ്ട് 75,000, ഓപ്പണിംഗ് സ്റ്റോക്ക് 15,000, ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് 10%, ക്ലോസിംഗ് സ്റ്റോക്ക് 30,000, ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി 73 days, then ബിൽസ് പേബിൾ 9,000 days, ബിൽസ് പേബിൾ 9,000. ഇങ്ങനെ നേരത്തെ പറഞ്ഞ അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇനിയും ഇതേപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെ. അതായത് ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ക്രെഡിറ്റേഴ്സ്, സെയിൽസ് 2 lakh, ഓപ്പണിംഗ് സ്റ്റോക്ക് 20,000, ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് 10%, ക്ലോസിംഗ് സ്റ്റോക്ക് 40,000, ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി 73 days, ബിൽസ് പേബിൾ 12,000. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ മോഡലിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അതേപോലെ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്തത്. ജസ്റ്റ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. അതേപോലെ തന്നെ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം എന്ന പാർട്ടിൻ്റെ ഒരു തുടർച്ച ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സുകളുടെ വാച്ച് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക്